പോളിംഗിന് ശേഷമുള്ള ബാലറ്റ് ബോക്സുകൾ സൂക്ഷിച്ച സുരക്ഷാ മുറിയുമായി ബന്ധപ്പെട്ടുണ്ടായ വീഴ്ചയിൽ ഇപ്പോഴും നടപടിയെടുക്കാതെ ഗുരുതരമായ അനാസ്ഥയാണ് ജില്ലാ കളക്ടറുടെയും ഇലക്ഷൻ വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം, ഇന്നർ പെരിമീറ്ററിനുള്ളിൽ മെറ്റീരിയൽ റൂം അനുവദിക്കാൻ ആരാണ് തീരുമാനിച്ചത്? ഇന്നർ പെരിമീറ്റർ ഏരിയ പൂർണ്ണമായും കേന്ദ്രസേനയുടെ പരിപൂർണ നിയന്ത്രണത്തിലായിരിക്കണമെന്നുള്ള നിബന്ധനയുണ്ട്. ജില്ലാ കലക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കുമല്ലാതെ അവിടെ പ്രവേശനവുമില്ല. അങ്ങനെയുള്ളൊരു അതീവ സുരക്ഷാ മേഖലയിൽ മെറ്റീരിയൽ റൂം സ്ഥാപിക്കാൻ ആരാണ് അനുമതി കൊടുത്തത്? രണ്ടാമത്, ആ ഇന്നർ പെരിമീറ്ററുള്ള മെറ്റീരിയൽ റൂമിൽ ലാപ്ടോപ്പ് സംവിധാനവുമായി മണിക്കൂറുകളോളം ചെലവഴിച്ച പേരാമ്പ്ര ROയുടെ നടപടി തെറ്റാണെന്ന് കലക്ടർ റിപ്പോർട്ട് കൊടുത്തിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കുന്നില്ല? മൂന്നാമത്, ഇത് UDF സ്ഥാനാർത്ഥികൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് CEOക്കും ജില്ലാ ഇലക്ഷൻ ഓഫീസർക്കും പരാതി കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം ഇതേ മേഖലയിൽ കൊയിലാണ്ടിയിലെ ബാലറ്റ് പെട്ടികൾ സൂക്ഷിച്ച സുരക്ഷാ റൂമിൻ്റെ പരിസരത്ത് ഇന്നർ പെരിമീറ്ററിനകത്ത് റിട്ടേണിംഗ് ഓഫീസറും 3 ഉദ്യോഗസ്ഥന്മാരും കയറുന്നു. അവർക്കാരാണ് അനുമതി കൊടുത്തത്? ആ നടപടി തെറ്റാണെന്നും അദ്ദേഹത്തിന് നോട്ടീസ് അയക്കുമെന്നും കലക്ടർ പറഞ്ഞു. നോട്ടീസ് അയച്ചു. എന്ത് നടപടി സ്വീകരിച്ചു? ഈ രാജ്യത്തിലെ ജനാധിപത്യത്തിൻ്റെ സംവിധാനത്തിൽ തകർക്കുന്നു എന്ന് പൊതുജനത്തിന് സംശയമുണ്ടാക്കിയ ഈ ഗുരുതരമായ വീഴ്ച നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ഇതിൽ തന്നെ കലക്ടറുടെ നടപടിയിലും ദുരൂഹത സംശയിക്കുന്നു. കാരണം ഇത്രയ്ക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ അറിയിപ്പിലൂടെ ബോധ്യപ്പെട്ടിട്ടും നടപടിയെടുക്കാത്ത നടപടിയിൽ ദുരൂഹതയുണ്ട്. ഇനി ഒരു സ്ട്രോങ് റൂമും തുറക്കരുത് എന്നുള്ള ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിൽ നിന്നും ബോധ്യപ്പെട്ടതാണ് തുറന്നത് തെറ്റായിപ്പോയി എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബാബു ജോസഫ് മുഖേന നാളെ DCC പ്രസിഡന്റും സ്ഥാനാർത്ഥികൾക്ക് ഞാൻ അറിയിച്ച് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യം ഈ 2 ഉദ്യോഗസ്ഥരെയും പ്രോസിക്യൂട്ട് ചെയ്യണം. ഇവരെ എല്ലാ നടപടിയിൽ നിന്നും, ഇനി അങ്ങോട്ടുള്ള കൗണ്ടിംഗ് വരെയുള്ള എല്ലാ നടപടിയിൽ നിന്നും മാറ്റി നിർത്തി ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിൽ അനുകൂലമായ സമീപനം ഇനിയും ജില്ലാ കളക്ടറുടെ ഭാഗത്തുണ്ടായിട്ടില്ലെങ്കിൽ കലക്ടർക്കെതിരെയും നിയമ നടപടിയുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും, UDFും കോൺഗ്രസും മുന്നോട്ട് പോകും. ഇന്ന് ഇത് ഞങ്ങൾ നേരത്തെ മെയിലിലൂടെയാണ് പരാതി അയച്ചത്. ഈ പരാതിയുമായി നേരിട്ട് ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ തിരുവനന്തപുരത്ത് KPC ജനറൽ സെക്രട്ടറി PA നിയാസ് കാണുന്നുണ്ട്. ഈ ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഏറ്റവും പ്രമാദമായ, ഒരുപക്ഷെ കേരളത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടും ഇതിനെതിരെ മൗനം പാലിച്ചുകൊണ്ട് നിസ്സംഗരായി നിൽക്കുന്ന ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നടപടിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടവുമായി കോൺഗ്രസും UDFും മുന്നോട്ട് പോകും. UDFുമായി ബന്ധപ്പെട്ടിട്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുവാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് ബാബു ജോസഫ് കുറുവത്താഴ മുഖാന്തരമാണ് ഞങ്ങൾ പറയുന്നത്. ഇതിൽ ആവർത്തിച്ച് പറയുന്നു, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി, കഴിഞ്ഞ ആദ്യ ദിവസത്തിൽ കലക്ടറുടെ നടപടിയിൽ ഞങ്ങൾക്ക് തൃപ്തി ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ വരെയുള്ള ശേഷമുള്ള അത് നടപടിയിൽ ഞങ്ങൾ തൃപ്തരല്ല. അദ്ദേഹത്തിൻ്റെ നടപടിയിലും ദുരൂഹതയുണ്ട്. കാരണം BSFൻ്റെ നിയന്ത്രണമുള്ളത് കലക്ടറുടെ പരിപൂർണമായ മേൽനോട്ടത്തിലാണ്. ആ BSFകാരൻ കൊയിലാണ്ടി ROയെ ഉള്ളിൽ കടക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കലക്ടർക്ക് പങ്കുണ്ടോ എന്ന് ഇപ്പം ഞങ്ങൾ സംശയിക്കുന്നു. കൊയിലാണ്ടി ROവിന് നോട്ടീസ് നടപടിയിൽ കലക്ടർക്ക് പങ്കില്ലെന്ന് കരുതിയിരുന്നു, പക്ഷേ നടപടി ഉണ്ടാവുന്നില്ല. അതേപോലെ തന്നെ ഏറ്റവും പ്രമാദമായ ചോദ്യമാണ്, സ്ട്രോങ് റൂമിൻ്റെ പരിസരത്ത് ഇന്നർ പെരിമീറ്ററിൻ്റെ അകത്ത് മെറ്റീരിയൽ റൂം സ്ഥാപിക്കാൻ അനുമതി കൊടുത്തത് ആരാണ്? അത് അടിയന്തരമായി ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കണം. അവർക്കിത് നടപടി വേണം. പിന്നെ നിങ്ങൾക്കറിയാം, ഇത്രയും ഞങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചത് CC ക്യാമറ നിരീക്ഷണത്തിനായി ഞങ്ങൾ കരുതൽ വെച്ചുകൊണ്ടാണ്. 24
അതായത് 24 മണിക്കൂർ നിരീക്ഷണമാണ് ഞങ്ങൾക്ക്. അതില്ലായിരുന്നുവെങ്കിൽ എന്തെല്ലാം നടന്നേനെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുമാത്രവുമല്ല, ആ CC ക്യാമറയ്ക്കകത്ത് തന്നെ അതിൻ്റെ ദൃശ്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. അത് പിന്നീട് മാറ്റം വരുത്തിയതാണ്. അതുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു UDF. രണ്ടാമതായി, ഇന്ന് PM നിയാസ് ഇലക്ഷൻ കമ്മീഷണറെ, ചീഫ് ഇലക്ഷൻ ഓഫീസറെ നേരിട്ട് കണ്ടും ഈ ആവശ്യം ഉന്നയിച്ചു. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവരെ നടപടിയിൽ നിന്ന് മാറ്റി നിർത്തണം, ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണം. അതല്ലല്ലോ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇന്നർ പെരിമീറ്ററിനകത്ത് ഒന്നും പാടില്ലെന്ന് എന്തിനാണ് നിബന്ധന ഇറക്കിയത്? മെറ്റീരിയൽ റൂം തുറക്കുന്നതല്ല വിഷയം ഇവിടെ. മെറ്റീരിയൽ റൂം തുറക്കാം. ഞാൻ കഴിഞ്ഞ 4 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചീഫ് എജൻഡയെ പ്രവർത്തിച്ച ആളാണ്. അതുപോലെ തന്നെ 2 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. ഇന്ന് വരെ ഇന്നർ പെരിമീറ്ററിനകത്ത് മെറ്റീരിയൽ റൂം സ്ഥാപിച്ചിട്ടില്ല. അതാ ചോദ്യം. അതാരാണ് അനുമതി കൊടുത്തത്? ഞാൻ പറഞ്ഞത് കലക്ടറുടെ നടപടിയിൽ ദുരൂഹത പറയാൻ കാരണം അതും അന്വേഷണ വിധേയമാക്കണം. എൻ്റെ ചോദ്യം, മെറ്റീരിയൽ റൂം എന്തിനാ? മെറ്റീരിയൽ റൂം വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദ ഇലക്ഷൻ ഓഫീസർ ഉദ്യോഗസ്ഥർക്ക് തുറക്കാം. അങ്ങനെയുള്ള റൂമാണ് മെറ്റീരിയൽ റൂം. മെറ്റീരിയൽ സൂക്ഷിച്ച റൂമിലാണ്. പക്ഷേ സ്ട്രോങ് റൂമോ തുറക്കാൻ പാടില്ല. സ്ട്രോങ് റൂം സ്ഥാപിക്കുന്ന എവിടെയാണ്? സ്ട്രോങ് റൂമിൻ്റെ പരിസരത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇന്നർ പെരിമീറ്റർ ഏരിയ എന്നാണ് പറയുന്നത്. ഇന്നർ പെരിമീറ്ററിലേക്ക് ആർക്കും പ്രവേശനമില്ല. ആർക്കും പ്രവേശനമില്ല. മെറ്റീരിയൽ റൂം പ്രവേശനമുണ്ട്. അപ്പോൾ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്ക് പ്രവേശിക്കാവുന്ന മെറ്റീരിയൽ റൂം എന്തിന് ഇന്നർ പെരിമീറ്റർ സ്ഥാപിച്ചു? ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ഞങ്ങൾ കണ്ടല്ലോ, ലാപ്ടോപ്പ് ഉണ്ടായിരുന്നല്ലോ കയ്യിൽ. അവർ സമ്മതിച്ചല്ലോ. എന്താ പറഞ്ഞത്? മെയിൽ ഫീമെയിൽ വോട്ടുകളും പ്രവാസി വോട്ടുകളും ഞങ്ങൾ അതിൻ്റെ വെരിഫിക്കേഷൻ നടത്തുന്നില്ല. അതിൻ്റെ സ്ഥലം അവിടെയാണോ? നിങ്ങൾ പരിശോധിച്ചോളൂ. കഴിഞ്ഞ നമ്മൾ ഓർമ്മയുടെ തെരഞ്ഞെടുപ്പിൽ ഇന്നർ പെരിമീറ്റർ മെറ്റീരിയൽ സ്ഥാപിച്ചുവല്ലോ. ഇതിൽ ഏറ്റവും ഗുരുതരമായ കുറ്റം നടന്നത് ഇന്നർ പെരിമീറ്റർ പരിസരത്ത് മെറ്റീരിയൽ സ്ഥാപിച്ചാണ്. രണ്ടാമത്, അവിടെ പ്രവേശിക്കുന്നു. ഈ ഉദ്യോഗസ്ഥർക്ക് അറിയാമല്ലോ ഇത് പരിപൂർണമായും കേന്ദ്ര സേനയുടെ കീഴിലാണെന്ന്. എന്നിട്ടും അവിടെ പ്രവേശിക്കൽ ചെയ്യുന്നത്. ആ നടപടി രണ്ടാമത്തെ തെറ്റ്. മൂന്നാമത്തെ തെറ്റ്, അവർക്ക് നടപടി വരാത്തത്. ഇന്ന് ഒരു വലിയ പ്രമുഖമായ പത്രത്തിന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇത്രയ്ക്ക് സെൻസിറ്റീവായ ഒരു കാര്യത്തിൽ നടപടിയില്ലെങ്കിൽ എന്ത് വിശ്വാസത്തിലാണ് ജനാധിപത്യത്തിൻ്റെ ഈറ്റിലമായ കേരളത്തിൽ ജീവിക്കുക? പൊതുജന മധ്യത്തിലുള്ള സംശയം ദൂരീകരിക്കണം. പിന്നെ ഇതിൻ്റെ സംശയം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇത്ര സെൻസിറ്റീവ് ഞങ്ങളെ വോട്ട് മാത്രമല്ല അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. എല്ലാ പാർട്ടിൻ്റെ ഇല്ലേ? ഏതെങ്കിലും ഒരു പാർട്ടി സന്ദർശോ? UDF അല്ലാതെ LDF പോയോ NDA പോയോ? അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ സംശയത്തിന് ബലം കൂടുതൽ ചെയ്യുക. ഒരാൾ ആരുടെയെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് വന്നോ? CPMLൻ്റെ സ്റ്റേറ്റ്മെൻറ്റോടെ വരെ വന്നു. പ്രബലരായ ഞങ്ങൾ എതിരാളി 2 മുന്നണിക്കാരുടെ പ്രതികൾ സന്ദർശിച്ചിട്ടില്ല, ആവശ്യം അറിയിച്ചിട്ടില്ല, പ്രസ്താവന വന്നിട്ടില്ല.